അത്ര പോയോ എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ഓർക്കേണ്ടത്. ഇതുപോലെ ഒരു അരമണിക്കൂർ വേണ്ട നമുക്ക് 3 തരം കറി ഉണ്ടാക്കിയെടുക്കാൻ. ഇതൊരു പാലക്കാട് സ്പെഷ്യലായിട്ടാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പം നമുക്കിതൊക്കെ എങ്ങനെയാണെന്ന് റെഡിയാക്കിയതെന്ന് നോക്കാട്ടോ. ഞാൻ ഒരു സിമ്പിൾ കറി റെഡിയാക്കിയാലോ. വെളിച്ചെണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. കടുക് പൊട്ടി ഇത് എന്തെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ ചോറ് ഞാൻ കാലത്ത് പുറത്തടപ്പിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കറിയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ 2 കറികളാണ് കേട്ടോ. 2 അല്ല 3 കാണിച്ചു തരാം കേട്ടോ. അരമണിക്കൂർ നമുക്ക് വേണ്ട. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു 12:15 കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ തക്കാളി ഇരിപ്പുണ്ടായിരുന്നു. വേറെ ഒന്നും നോക്കിയില്ല. അപ്പോൾ വേഗം പച്ചമുളകും ഇഞ്ചിയും ഉള്ളി സവാള മഞ്ഞപ്പൊടി പിന്നെ ചതച്ച് വെച്ചിരിക്കണം. അപ്പം ഞാനിത് വീട്ടിൽ ചതച്ചതാണ് കേട്ടോ. മുളക് പൊടി ഒക്കെ കൂടെ ഒന്ന് വാട്ടി വരും. അപ്പം തീ ഒന്ന് കുറച്ചിടണം കേട്ടോ. വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം വാടി വന്നപ്പോഴത്തേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കണ്ടേ. ഇതിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ്, അതാണ് കുറച്ചിട്ടാൽ മതി. ഇത് നോക്കിയിട്ട് ഇടാം. ഇനി നമുക്കിതൊന്ന് തട്ടിക്കൊട്ടിയിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കറി ഒരു ചട്ടടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പപ്പടം ഇതുപോലെ ചെറുതാക്കി കീറി നമുക്കൊന്ന് വറുത്തെടുക്കാം. അതേ പപ്പടം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ കായൊക്കെ കളഞ്ഞ് വേറെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉള്ളി ഉപ്പും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കും. നേരെ ഉപ്പിട്ടാൽ മതി. പപ്പടത്തിന് തക്കാളി ഏതാണ്ട് ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി കിടന്നോട്ടെ. അവിടെ ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കുക. അതെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പപ്പടം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം പപ്പടം വറുത്തത് റെഡിയായി. മുളകിട്ട തക്കാളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ പാലക്കാട്ടുകാരുടെ സ്പെഷ്യൽ സാധനമാണ് കേട്ടോ, പച്ചപ്പുളി രസം. അപ്പോൾ നമുക്കിതേ 3-4 ജീരകം തൊട്ടിട്ടുണ്ട്. ഒന്ന് ചതച്ചെടുക്കുക. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക. വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇടണേ. ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് നല്ലോണം തിരുമണമാണ് നല്ലത് കേട്ടോ. അപ്പം ഞാനത് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വെളിച്ചെണ്ണ ഒന്നും വേണ്ട. വേപ്പല ഇട്ടാൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ വേപ്പലയില്ല. വേപ്പലയും കൂടെ ഇടണം. ആ നല്ല ജീരകത്തിൻ്റെ ഒരു മണവും ചുവയുണ്ടല്ലോ, അത് നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഊണ് കഴിച്ചാലോ.